ലോഹിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് തിലകൻ ചേട്ടനാണ്. അതിനു മുമ്പ് ഞാൻ ചെയ്ത രാരീരം എന്ന സിനിമയിൽ തിലകൻ ചേട്ടനൊരു ചെറിയ വേഷത്തിൽ ചെയ്തിരുന്നു. അതിന് ഡബ്ബിങ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡബ്ബിങ് തിയേറ്ററിൽ നിന്ന് പുറത്ത് വന്നിട്ട് അദ്ദേഹം ആ ഡബ്ബ് ചെയ്ത ഭാഗം വെച്ചിട്ട് എൻ്റെ വർക്കിനെ കുറിച്ചുള്ള ഒരു അപ്രീസിയേഷൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരു എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുത്താം, നാടകം എഴുതുന്ന ആളാണ്, നിങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ലോഹി എന്നെ വിളിക്കുകയാണ് എൻ്റെ ലാൻഡ് ഫോണിലേക്ക്. അപ്പോൾ ഞാൻ ലോഹിയെടുത്ത് പറഞ്ഞു, ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ പാലക്കാട് ഒരു സിനിമയുടെ ഡിസ്കഷന് വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ അവിടെ വന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ പാലക്കാട് വന്നാണ് ലോഹി എന്നെ കാണുന്നത്. പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ ഞാനും ശ്രീനിയുമായിട്ട് വേറൊരു ഡിസ്കഷൻ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ റൂമിലേക്ക് അദ്ദേഹം ആ ഹോട്ടലിലേക്ക് എന്നെ കാണാൻ വരുന്നു. അദ്ദേഹം അന്ന് വന്ന ആ ആദ്യ കാഴ്ചയിൽ തന്നെ എന്നോട് 3 കഥകളാണ് പറയുന്നത്. 3 കഥ പറഞ്ഞു? 3 കഥകൾ ഒന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 കഥകൾ ഒരുപാട്. ആദ്യം പറയുന്ന ആധാരം എന്ന പേരിൽ പിന്നീട് വന്ന സിനിമയുടെ, പിന്നീട് മഹായാനം, അങ്ങനെ 3 കഥകൾ ഒരുമിച്ച് പറഞ്ഞു. ഇപ്പം 3 നമ്മളെ ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാത്ത വിധത്തിൽ 3 ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കഥകളായിരുന്നു. 3 സിനിമയായി കാലത്തിൽ. അതെ. അപ്പോൾ പിന്നീട് അദ്ദേഹം ഞാൻ അന്ന് ശ്രീനിയുമായിട്ടുള്ള ആ സിനിമയുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് കഴിഞ്ഞൊരു പ്രോജക്റ്റിലേക്ക് ചെയ്യാമെന്ന് തോന്നി. പക്ഷേ ശ്രീനിയുമായിട്ടുള്ള പ്രോജക്റ്റ് പിന്നെ സംഭവിച്ചില്ല. അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ചെറിയ പിന്മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പിന്നീട് ശ്രീ മമ്മൂട്ടി എൻ്റെ അടുത്തേക്ക് 2 എഴുത്തുകാരെ പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞ കഥയിൽ ഒരു കഥാപാത്രം മമ്മൂട്ടിക്ക് താല്പര്യമുണ്ട്. ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലൊക്കെ കൂടെ പോകുന്നൊരു കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കഥയൊന്ന് കേട്ട് നോക്ക്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സിനിമയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, അവരുടെ കഥ കേട്ടു. പക്ഷേ ആ കഥ എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയിട്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല കഥ കൊണ്ട്. പക്ഷേ മമ്മൂട്ടി അതിനകത്ത് വല്ലാതെ ഇൻവോൾവ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ കഥയൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നെ അന്ന് വന്ന് കണ്ട ഇയാളുടെ ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ അയാളെ അന്വേഷിച്ചിട്ട്, ഇയാളുടെ വീടറിയില്ല, ചാലക്കുടി ഭാഗത്തുള്ളൊരു നാടകക്കാരെന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഒരു വൈകുന്നേരം, അടുത്ത ദിവസം വിഷുവാണ്, അപ്പം പ്രൊഡ്യൂസർക്ക് അന്ന് രാത്രി ശബരിമലയ്ക്ക് പോകണം. അതിനു മുമ്പ് ഇയാളെ കണ്ട് പിടിച്ചാൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു കാറിൽ ഞങ്ങൾ ചാലക്കുടി ഭാഗത്തേക്ക് പോയി. ചാലക്കുടി അടുക്കാറായപ്പോഴത്തേക്ക് ഒരു മുറുക്കാങ്കടയിൽ നിർത്തി ചോദിച്ചു, ഈ നാടകമൊക്കെ എഴുതുന്ന ലോഹിതദാസിൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഒരു പേഴ്സൺ ഡിസ്റ്റിലറി കാണും, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, മുരിങ്ങൂർ എന്ന സ്ഥലത്തിൻ്റെ പേര്, അങ്ങോട്ട് കയറുമ്പോൾ വലതുവശത്ത് ഒരു കലുങ്ക് കാണും, ആ കലുങ്കിൽ അയാളുടെ വീട് അതിന് മുമ്പിലാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കലുങ്കിൽ 2 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ ഞങ്ങളെ വണ്ടി കൊണ്ട് നിർത്തി പറഞ്ഞ്, ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഒരു വെള്ള അംബാസഡറാണ്. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ഇയാളെന്ന് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചു. ഞങ്ങൾ തമ്മിൽ മുഖമ്പത്തോട് കാണാനുള്ളൊരു അടുത്തെത്തിയിട്ടില്ല. അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന്, അയ്യോ സാറായിരുന്നു, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വെള്ള അംബാസഡറുണ്ട്, അയാൾ വരുമെന്ന് വിചാരിച്ചിട്ട് അയാളെ വെയിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തെ കാണുകയും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതാണ് ആവശ്യം, ഇപ്പം തന്നെ എൻ്റെ കൂടെ ഒന്ന് എറണാകുളത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചു. അദ്ദേഹം പെട്ടിയും 5-6 ദിവസത്തേക്കുള്ള തുണിയൊക്കെ എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ എറണാകുളത്തേക്ക് വന്ന് ഹോട്ടലിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയാണ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് എനിക്കിപ്പോൾ തൃപ്തികരമായ ഒരു രീതിയിലല്ല ഉള്ളത്, അതൊന്ന് മാറ്റി ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആ കഥ കേട്ടിട്ട് പറഞ്ഞു, ഇതിനൊന്നും ചെയ്യാനില്ല, കാരണം ഇത് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നൊരു കഥയല്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഇത്തരം ഒരു കഥാപാത്രമുണ്ട്, അത് വെച്ചൊരു കഥ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാത്രിയും പകലും കൊണ്ട് അദ്ദേഹം ആലോചിച്ചെടുത്തിട്ട് പറഞ്ഞ കഥയാണ് തനിയാവർത്തനമായി മാറിയത്. ലാലേട്ടൻ ഈ നാടുവാഴികൾ പോലെയുള്ള പടമൊക്കെ ഇറങ്ങിയിട്ട് വളരെ സൂപ്പർ സ്റ്റാറായിട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് ഒരു നല്ല സ്റ്റാർഡത്തിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് കിരീടം എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പം സിനിമയുടെ ഒരു ഇക്വേഷനിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഹീറോ ജയിക്കുന്നതാണ്. ജീവിതത്തിൽ പരാജിതനായി പോകുന്ന ഒരു നായകന് അന്ന് കാലത്തൊരു സംശയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും, അതിനെ ഒരു ഇമേജ് വൈസ് അത് ബാധിക്കും എന്നുള്ളത്? എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം ലോഹിയുടെ എഴുത്ത് അത്രമാത്രം ശക്തമായിരുന്നു. ആ സിനിമ തുടങ്ങുന്ന മൊമെൻറ്റിൽ നിന്ന് ആ സിനിമ അവസാനിക്കുമ്പോഴത്തേക്കും ഈ ഒരു കഥാപാത്രം വളർന്നു വരുന്നൊരു ഗ്രാഫ് വളരെ വ്യക്തമാണ്. കാരണം അച്ഛൻ്റെ ഒരു സ്വപ്നമാണ് സിനിമ തുടങ്ങുന്നത്. മകൻ പോലീസുകാരനായി വന്ന് അച്ഛനെ സല്യൂട്ട് ചെയ്യുന്നൊരു പോലീസ് ഇൻസ്പെക്ടറിൽ നിന്ന്, ആ സ്വപ്നത്തിൽ നിന്നും സിനിമ അവസാനിക്കുന്നത് ഇപ്പോൾ പിഷാരടി പറഞ്ഞതുപോലെ
ഈ അവിടുത്തെ KD ലിസ്റ്റിൽ നിന്നും ഒരാളുടെ ഒരു സ്പോട്ടിലേക്ക് എത്തുകയാണ്. അപ്പം ഒരു പോലീസ് ഓഫീസറിൽ നിന്നും ഒരു ക്രിമിനലായിട്ട് ആ കഥയുടെ അവസാനത്തിലേക്ക് എത്തുന്ന ഒരു നായകനാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു അക്കാലത്തെ നമ്മുടെ നായക സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കാത്തൊരു പര്യവസാനം ആ സിനിമയിലുണ്ട്. നായകൻ പരാജിതനാകാൻ, തോറ്റുകൊടുക്കാൻ, കീഴടങ്ങാൻ പോയൊരു നായകനാണത്. ഒരു ചാവേർ മനസ്സുമായിട്ടാണ് അയാൾ ആ മാർക്കറ്റിൽ പോയിരിക്കുന്നത്. അതിനോട് അതിൻ്റെ വിതരണക്കാരായ ആൾക്കാർ ആ കഥ കേട്ടിട്ട് അവരത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം അവർ പറയുന്നത് മോഹൻലാലിനെ ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ വന്നിട്ട് എന്നെ കൊന്നോളൂ, തല്ലിക്കോളൂ എന്ന് പറയുന്നിരിക്കുന്നത് പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്നൊരു. അതിന് ലോഹിതദാസ് പറഞ്ഞ മറുപടി, എൻ്റെ നായകന്മാർ പരാജിതരാണ്, തോൽക്കുന്നവരാണ്. അതുകൊണ്ട് ഈ കഥാസന്ദർഭം അല്ലെങ്കിൽ ക്ലൈമാക്സ് മാറ്റിക്കൊണ്ട് ഈ സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവർക്കത് വഴങ്ങേണ്ടി വന്നു. അതാണ് പിന്നീട് ചരിത്രം ആയി മാറിയ. അതെ, ഇത്രയും കാലം കഴിഞ്ഞ് നമുക്ക് ചോദിക്കേണ്ടുന്ന ഒരു സിനിമയായിട്ട് അത് മാറിയിരിക്കുന്നത്. ഈ ഇപ്പം പല സിനിമകളൊക്കെ നിർത്തുമ്പം ഒരു രണ്ടാം ഭാഗത്തിന്റെ സൂചനയിൽ നിർത്താറുണ്ട്. ഒരു രണ്ടാം ഭാഗം വരും, നിങ്ങൾക്ക് ഈ കഥയുടെ ബാക്കി അറിയണമെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗം കാണണം എന്നൊക്കെ പറയാറുണ്ട്. കിരീടത്തിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു രണ്ടാം ഭാഗം ഉണ്ടായെങ്കിലും ഈ കിരീടം എന്ന ചിത്രം നടക്കുന്ന സമയത്തോ തീരുന്ന സമയത്തോ രണ്ടാം ഭാഗം ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയായിട്ട് തന്നെ കാണുകയും അത് എഴുതുകയും അത് ഷൂട്ട് ചെയ്യുകയും അത് തിയേറ്ററിലെത്തുകയും വലിയ വിജയമായി തീരുകയൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയോ ആഗ്രഹമോ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ യാത്രകൾക്ക് ഒരിക്കലാണ് ഞാനും അതിൻ്റെ നിർമ്മാതാവായ ഉണ്ണിയും ലോഹിതദാസും കൂടെ ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ഇങ്ങനൊരു ആലോചനയെക്കുറിച്ച് ഒരു ചിന്ത തുടങ്ങുന്നത്. ലോഹിതദാസ് സാറിനും അന്നാണ് ഈ ആലോചന. അതിനു മുമ്പ് ഞങ്ങൾ അതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് അതിൻ്റെ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആലോചിച്ചു, ഇയാൾ ജയിലിൽ പോയി ഒരു 7 വർഷം അയാൾ ജയിലിൽ കിടന്ന ശേഷം അയാൾക്ക് ജാമ്യം കിട്ടി അല്ലെങ്കിൽ ശിക്ഷ ഇളവ് കിട്ടി പുറത്തു വരുമ്പോൾ അയാളുടെ ജീവിതം എങ്ങനെ മാറിയിരിക്കുമെന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഈ സേതുമാധവനും അച്യുതൻ നായരും ഒക്കെയും അതിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ മലയാളികൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണെന്ന രീതിയിൽ തന്നെ അവരെ കാണാൻ തുടങ്ങി. അവർക്ക് പരിചയമുള്ള ആരോമാണ് ഇവരൊക്കെ, ഉറപ്പായിട്ടും നമ്മുടെ അയൽവാസികൾ ആരോമാണ്, നമ്മുടെ പരിസരത്തുള്ള ആരോണെന്നൊക്കെ അവർ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിൽ കയറി പറ്റിയ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇവർക്കിപ്പോൾ എന്താണ് അവരുടെ ജീവിതം എന്താണ് എന്നുള്ളൊരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്കും ആകാംക്ഷയുണ്ട് ആ ഒരു കഥാപാത്രങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ആ ഒരു ആലോചനയിൽ നിന്നാണ് നമ്മൾ ചെങ്കോൽ എന്ന് പറയുന്നതിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഉള്ള ആലോചന തുടങ്ങിയത്. ഈ സിനിമയുടെ ഒരു കഥ, തിരക്കഥ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും കിരീടത്തു നിന്ന് തന്നെയാണ് ഒരു ചോദ്യം ചെയ്യുന്നത്. ഇപ്പം അച്യുതൻ നായർ രാത്രി ഇങ്ങനെ റോന്ത് ചുറ്റുന്നു, ഒരു കടത്തിണ്ണയിൽ ടോർച്ച് അടിക്കുന്നു, കടത്തിണ്ണയിൽ നിന്ന് എണീക്കുന്നു, അല്ലെ നടന്നു പോകുന്നു. ഒരു പാട്ടിനിടയിൽ വരുന്ന ഒരു മൊണ്ടാജ് പോലെ വരുന്ന ഒരു സംഭവമാണ്. അത് കഥയിലോ തിരക്കഥയിലോ ഉണ്ടാവണോ അതോ പാട്ടിലുണ്ടാവണോ എന്നറിയില്ല. ഇത്തരം സന്ദർഭങ്ങൾ പാട്ടിലൊക്കെ വന്നു പോകുന്ന സൈസ് മൊണ്ടാജുകളൊരു ഒന്നിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചുണ്ടാക്കിയിട്ടുള്ളതാണോ പലപ്പോഴും? ഇല്ല, ഒരു പൊതുവായ ധാരണ ചിലപ്പോൾ എഴുതി വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ കിരീടത്തിലെ ഈ പാട്ട്, കണ്ണീർ പൂവിൻ്റെ എന്ന് പറയുന്ന പാട്ടിന് അങ്ങനെ കൃത്യമായൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല, എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ഞങ്ങൾ കാഷ്വലായിട്ടൊക്കെ സംസാരിക്കും, പക്ഷേ ഇന്നതായിരിക്കണമെന്ന് പറയുന്ന കൃത്യമായൊരു സീക്വൻസ് ഉണ്ടാവത്തില്ല. അത് ഞാൻ ആ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഈ കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഈ കിരീടത്തിൻ്റെ പാട്ട്, കണ്ണീർ പൂവിൻ്റെ പാട്ട് തുടങ്ങുന്നത് ഇയാളെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇയാൾ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാൾ അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങി നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം സ്കൂളിൽ ചെന്നിട്ട് ഇയാൾ ദേവി എന്ന് പറയുന്ന ഇയാളുടെ മുറപ്പെണ്ണ് വിവാഹം കഴിക്കാമെന്ന സ്ത്രീയെടുത്ത് അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നിടത്തുനിന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. അത്രയും വരെ എഴുതപ്പെട്ടിട്ടുള്ളൂ. പിന്നീട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ, ഇയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇയാളുടെ ജീവിതം എന്തായിരുന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ആ വിഷ്വൽസിലേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ ജീവിതം എന്താകുന്നു എന്നുള്ളതാണ്. ദേവി കല്യാണം കഴിച്ചു പോകുന്ന ആ സമയത്ത് അച്ഛനും അമ്മയും ഇങ്ങനെ വീട്ടിൽ മകൻ തിരിച്ചു വരാത്തൊരു മകനെ ആലോചിച്ചുള്ള അവർ നീറുന്ന അവരുടെ അവസ്ഥകൾ, അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ സന്തോഷമായ അനുഭവങ്ങൾ, ഇതിലൂടെ കടന്നു പോയിട്ടാണ്.
അപ്പോൾ വളരെ സ്വാഭാവികമായ ഒരു സാഹചര്യം നമുക്ക് ഇവർ തമ്മിൽ കണ്ടുമുട്ടാവുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത്, അച്ഛനൊരു പോലീസുകാരനാണ്, അയാൾ ഇപ്പോൾ ഒരു നൈറ്റ് ബീറ്റിന് പോകാറുണ്ട്, അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. ഇവന് കിടക്കാനൊരു ഇടവില്ല, ഇവർ ഏതൊക്കെ കടത്തുണ്ടയിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് അവർ വെച്ച് കണ്ടുമുട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ രംഗത്തിലേക്കൊക്കെ എത്തുന്നത്. ആദ്യം ഇതിന്റെ ഈണമൊക്കെ വേറെ ഏതോ പ്ലാൻ ചെയ്തു എന്നൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, ഇത് നമ്മൾ ഇതിനകത്ത് 2 പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പാട്ട് മോഹൻലാലും പാർവതിയും ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു പ്രണയഗാനമാണ്. അവരുടെ വിവാഹം വീട്ടുകാർ മുറപ്പെണ്ണ നിലയിൽ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഇടയിലും അവരുടെ ചില തമാശകളും കണ്ടുമുട്ടലുകളും കളിചിരികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സീനുണ്ട്, ഇവർ അകത്തിരുന്ന് ഒരു ഞായറാഴ്ച അച്ഛനും അമ്മാവനും എല്ലാം കൂടെ കയറി ഇരുന്ന് മദ്യപിക്കുമ്പോൾ ജനലിനപ്പുറം വന്ന് നിന്നത് കാണുന്ന പാർവതിയും മോഹൻലാലുമുള്ള കഥാപാത്രങ്ങളുണ്ട്. അവിടേക്ക് കടന്നു വരുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, ഇവൻ കട്ട് തിന്നുകയാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഓടിപ്പോകുന്നിടത്തു നിന്നാണ് ആ പാട്ട് തുടങ്ങേണ്ടത്. അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ആ 2 പാട്ടുകൾ, പിന്നെ ഈ രണ്ടാമത്തെ കണ്ണീർ പൂവെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ട് കൂടെയാണ്. ആ പാട്ട് ആദ്യം നമ്മൾ ഈ കമ്പോസ് ചെയ്ത ആ പ്രണയഗാനമാണ്. ആ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കമ്പോസ് ചെയ്ത് നല്ല പാട്ടാണെന്നുള്ളൊരു തോന്നൽ വരുന്നപ്പോൾ ലോഹി പറഞ്ഞു, നമുക്ക് ഈ പാട്ടിൻ്റെ താളമൊന്ന് താഴ്ത്തി പിടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോൺസൺ പറഞ്ഞു, അങ്ങനെയല്ല, ഈ പ്രണയഗാനമല്ല, അതിന് ടെമ്പോയിൽ തന്നെ പോകണം, അല്ലെങ്കിൽ താഴ്ത്തി പിടിച്ചാൽ അത് ഡള്ളായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ലോഹി പറഞ്ഞു, ഒന്ന് പാടി നോക്കുക, ഒന്ന് താഴ്ത്തി പിടിച്ചൊന്ന് പാടി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ടെമ്പോ ഒന്ന് കുറച്ചിട്ട് ജോൺസൺ പാടി. അപ്പോഴൊന്നും നമുക്ക് ലോഹി എന്താണ് ഉദ്ദേശിക്കുന്നത് കൈതപ്പുറം ഇരിപ്പിട്ട് ഞങ്ങൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. താഴ്ത്തി പാടിയപ്പോഴത്തേക്ക് ഇതിനേക്കാൾ നേരത്തെ കേട്ടതിനേക്കാൾ ആസ്വാദ്യതയുള്ള ഒരു രസമുള്ളൊരു ട്യൂണായിട്ട് അത് മാറി. അപ്പോൾ ലോഹി പറഞ്ഞു, ഇതാണ് നമ്മുടെ 2ാമത്തെ പാട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കണ്ണീർ പൂവായി മാറുന്നത്. കണ്ണീർ പൂവിൻ്റെ ട്യൂൺ അങ്ങനെ ഉണ്ടാകുന്നത്. പിന്നീട് ആദ്യത്തെ സിറ്റുവേഷന് വേറൊരു പാട്ടുണ്ടാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലെ ഈ 2 പാട്ടുകളും ഉണ്ടായത്. ഒറ്റ ദിവസത്തെ കമ്പോസിങ്ങിലാണ് ഈ 2 പാട്ടും ഉണ്ടാകുന്നത്.